Hi. എല്ലാവർക്കും നമസ്കാരം. എന്നാണ് എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുമക്കളുടെ തുണികൾ നമ്മൾ കഴുകുന്നത് എങ്ങനെ കഴുകണം അല്ലെങ്കിൽ എങ്ങനെ കഴുകരുത് എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ അല്ലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി വരുമല്ലോ. സബ്സ്ക്രൈബ് ബട്ടനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. കാരണം അത് പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ എപ്പം ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാട്ടോ ഞാൻ അത് പ്രസ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് നമ്മൾ കഴുകുക. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് നമ്മൾ കഴുകുന്നതിൽ ഒരുപാട് മിസ്റ്റേക്സ് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്, കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാ വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മക്കളെ തീരെ ജനിക്കുമ്പോൾ തൊട്ടുള്ള കുഞ്ഞുങ്ങളെ ആണെങ്കിൽ മാക്സിമം ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ആണെങ്കിൽ കൂടെയും കുഴപ്പമില്ല. അതായത് ഒരു വയസ്സാവാത്ത കുഞ്ഞുമക്കളുടെയൊക്കെ തുണികളാണെങ്കിൽ മാക്സിമം നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുക. മെഷീൻ വാഷ് നമ്മൾ ഒഴിവാക്കുക. നമുക്ക് എന്തെങ്കിലും നിവൃത്തിയുണ്ട് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കഴുകാൻ നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മളിപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പൊക്കെ നമ്മൾ ആ കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് മുമ്പ് അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി. അത്രയും സമയം നമുക്ക് ആവശ്യമുള്ളൂ. അല്ലാതെ ഈ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിന് വേണ്ടി നമ്മളൊരു മെഷീൻ വാഷ് ചെയ്യരുത് എന്ന് പറയുന്നതിന് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിന് വേണ്ടിയിട്ട് ഡിറ്റർജൻറ്റ് ഒഴിക്കുമല്ലോ. ഡിറ്റർജൻറ്റ് ഒഴിക്കുമ്പം അത് ഈ മെഷീൻ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് അതിൻ്റെ സോപ്പുമയം അതിൽ നിന്ന് പോയിന്ന് വരില്ല. ഓക്കെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫുഡിൻ്റെ എന്തെങ്കിലും വേസ്റ്റ് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിലുണ്ട് അല്ലെങ്കിൽ കറകൾ എന്തെങ്കിലും പറ്റി അതും കംപ്ലീറ്റ് ശരിക്കും പോയിന്ന് വരില്ല. നിങ്ങൾക്കത് അറിയാം. കാരണം നമ്മുടെ തന്നെ ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ പല ഡ്രസ്സും ഞാൻ എന്തെങ്കിലും കറ പറ്റിയിട്ടോ അല്ലെ ഫുഡിൻ്റെ എന്തെങ്കിലും അംശങ്ങൾ പറ്റിയിട്ട് ഞാനത് കഴുകാൻ വേണ്ടി ഇട്ടിട്ട് കഴുകി കഴിയുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ഒന്നും പോയിട്ടുണ്ടാവില്ല. സംഭവം നല്ല വാഷിംഗ് മെഷീനൊക്കെ വലിയ ഹൈ ബ്രാൻഡഡ് സംഭവങ്ങളൊക്കെ, പക്ഷെ അതിൽ നിന്നൊന്നും എൻ്റെ അങ്ങനെ പോയത് എല്ലാം എന്നല്ല, ചിലത് ഒന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളാണെങ്കിൽ തന്നെ നമ്മളെ അങ്ങനെ ഒരു പരീക്ഷണത്തിന് വെക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് നമ്മളത് ഹാൻഡ് വാഷ് ചെയ്യുക. അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബേബി ഡിറ്റർജൻറ്റ് മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത് പല ബ്രാൻഡുണ്ട്. ഏതാണ് ഏറ്റവും നല്ലത് എന്നതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മായത്തിൻ്റെ ഞാൻ പറയും. പിന്നെ മീമീൻ്റെ ഉണ്ട്, PG-ൻ്റെ ഉണ്ട്, ജോൺസൺസ് ബേബി ഉണ്ട്. ഞാൻ ജോൺസൺസ് ബേബി മാമായത്തും യൂസ് ചെയ്തിട്ടുണ്ട്. ജോൺസൺസ് ബേബി എന്ന് പറഞ്ഞ് റിവ്യൂ ഞാൻ തരികയാണെങ്കിൽ ജോൺസൺസ് ബേബി എന്ന് പറയുന്നത് സ്മെല്ലൊക്കെ സംഭവം കിടുവാണ്. പക്ഷേ എനിക്ക് അത്ര അത് ക്ലീൻ ആവുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഹാൻഡ് വാഷേ ചെയ്തിട്ടുള്ളൂ. ജോൺസൺസ് ബേബി ഉണ്ട് കേട്ടോ. പിന്നെ മാമായത്തിൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഉപ്പുലിയാണ്. അത്രയ്ക്കും രസമാണ്. എന്താ പറയുക, രസം എന്നല്ല, അതിൻ്റെ ഗുണം നന്നായി കറയൊക്കെ മാറി നന്നായി കളറ് മാറുന്നുണ്ട്. എന്നാൽ വലിയ ഓവർ പെർഫ്യൂംഡും അല്ല. എന്ന സംഭവം നമുക്ക് ആവശ്യത്തിനുള്ള സ്മെല്ലും ഉണ്ട്. അപ്പം മമായത്തിൻ്റെ നല്ലതാണ്. പിന്നെ മീമി ബാക്കിയൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. PG-ൻ്റെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ മമായത്തിൻ്റെ ഒരു ബോട്ടിലും കൂടെ ഞാൻ എക്സ്ട്രാ ഞാനിപ്പോൾ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ കൈ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ സംഭവം എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഡിറ്റർജൻസ് ഒക്കെ ബേബി ഡിറ്റർജൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് ഇടാം. ആമസോണിൻ്റെ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം കേട്ടോ. അതിൽ ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കും. മമാർത്ത് ഡയറക്റ്റ് ഷോപ്പിൽ കിട്ടില്ല, അവർക്ക് ഓൺലൈൻ ഷോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഇനി കുഞ്ഞുങ്ങളുടെ തുണികൾ വാഷ് ചെയ്യുമ്പോൾ തീരെ കുഞ്ഞുങ്ങൾ നമ്മൾ ഒരു ദിവസം എത്ര 10-12 കുഞ്ഞുമുണ്ടുകളെങ്കിലും നമ്മൾ മാറ്റേണ്ടി വരും അല്ലേ. അല്ലാണ്ട് മാക്സിമം നമ്മുടെ കുഞ്ഞുങ്ങൾ ഡേ ടൈമിൽ നമ്മൾ ഡയപ്പേഴ്സ്, അതായത് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് നമ്മൾ ഒഴിവാക്കുക. ഇപ്പോൾ ക്ലോത്ത് ഡയപ്പേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് 8-12 സബ്സബൻസിയുടെ ഒക്കെ രാത്രിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതാണെങ്കിൽ കൂടെയും ക്ലോത്ത് ഡയപ്പർ ആണെങ്കിൽ കൂടെയും നിങ്ങൾ ഡേ ടൈമിൽ കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടേക്കുക. ഒന്നും അതിനോട് പൊതിയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കുറച്ചാകുമ്പോഴത്തേക്ക് അവരെ നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. നൈറ്റ് ടൈമാണ് നമ്മുടെ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ അല്ലേ. ഇപ്പോൾ ക്ലോത്ത് ഡയപ്പർ ഇപ്പോൾ നമുക്ക് അതിന് പകരം ക്ലോത്ത് ഡയപ്പറും ഉണ്ട്. അപ്പോൾ നമ്മൾ ഡേ ടൈമിൽ കുഞ്ഞുമുണ്ടുകളാണ് മാക്സിമം ഉപയോഗിക്കുക. ഈ കുഞ്ഞുമുണ്ടുകൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളത് മാക്സിമം നിങ്ങൾ ഹാൻഡ് വാഷ് മാത്രം ചെയ്യുക. മെഷീൻ വാഷ് ചെയ്താലുള്ള കുഴപ്പം ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബക്കറ്റിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ ഇപ്പം അപ്പിയിട്ടു, മോഷൻ ചെയ്തു, പിന്നെ അല്ല യൂറിൻ പാസ് ചെയ്ത തുണികളൊക്കെ എന്നിരിക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യണം, ഇതാദ്യം ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ആദ്യം ഇതെല്ലാം അപ്പിയെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ആദ്യം കഴുകിയെടുത്തതിന് ശേഷം ഒരു 1-2 കഴുകിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഡിറ്റർജൻറ്റ് ഉണ്ടല്ലോ അത് അടുത്ത നല്ലൊരു വെള്ളം എടുക്കുക. ഡിറ്റർജൻറ്റ് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ ക്ലോത്ത് അതിനകത്ത് മുക്കി വെക്കുക. ഓക്കെ, മുക്കി വെച്ചതിന് ശേഷം അപ്പോൾ ഇതിനകത്തുള്ള ചെളികളും കാര്യങ്ങളും എല്ലാം നന്നായി കുതിരും. അത് ഈ മമായത്തിൻ്റെ ഒക്കെ ഒരു 3-4 ഡ്രോപ്സ് ഒക്കെ നമുക്ക് വേണ്ടി വരുള്ളൂ അതിനകത്ത് ഒഴിക്കാൻ വേണ്ടി, വളരെ കുറച്ചേ വേണ്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് മുക്കി വെച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് എടുത്ത് ഒന്നും കുത്തി പിഴിഞ്ഞ് അതിനകത്ത് കറകൾ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ എക്സ്ട്രാ ഒന്നുകൂടെ നോക്കി. മാക്സിമം ഉണ്ടാവില്ല, കറകൾ കുതിർത്ത് വെക്കുന്നുണ്ട്. കറകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടെങ്കിൽ ഒന്ന് ഉരച്ച് കഴുകി നന്നായിട്ട് കഴുകുക. അതായത് അതിൻ്റെ അകത്ത് സോപ്പ് മയം
ഒട്ടുമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ആ തുണികൾ കഴുകിയെടുക്കണം. അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്. കാരണം നമ്മൾ മെഷീൻ വാഷ് ചെയ്തെങ്കിൽ അതിനകത്ത് കംപ്ലീറ്റ് സോപ്പ് പോകണം നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ 2-3 തവണ നന്നായിട്ട് ഇത് കഴുകുക. എന്നിട്ട് അവസാനം സോപ്പുമായ ഒട്ടുമില്ല എന്ന് കാണുമ്പോൾ നമ്മളെടുത്ത് ഉണക്കാനിടുക. എളുപ്പമല്ലേ, ഒരു കുഴപ്പമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ തുണികൾ നമ്മൾ മാക്സിമം ഹാൻഡ് വാഷ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മെഷീൻ ഉപയോഗിക്കാം. എങ്ങനെയാ വെച്ചാൽ നമ്മളിത് നന്നായി ഹാൻഡ് വാഷ് ചെയ്ത് അതിനകത്ത് കറകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഇതിനകത്ത് കറകളും കാര്യങ്ങളും ഒന്നും പോയിട്ടില്ല എന്നിരിക്കട്ടെ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും ചൊറിച്ചിൽ വരും. കുഞ്ഞുങ്ങൾക്ക് ആ ഡ്രസ്സിൽ ഇപ്പം സോപ്പ് ഇപ്പം മെഷീൻ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മെഷീൻ വാഷ് ചെയ്തില്ല അതിന് സോപ്പ് മയം കംപ്ലീറ്റ് പോയിട്ടില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബോഡിക്ക് ഇച്ചിങ് ഒക്കെ വരും. ചില കുഞ്ഞുങ്ങൾക്ക് അലർജിയൊക്കെ ആവാറുണ്ട്. അതായത് ചൊറിഞ്ഞോണ്ടിരിക്കും കുഞ്ഞുങ്ങൾ. അപ്പം അത് ഒഴിവാക്കാനാണ് പറയുന്നത് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്ത് സോപ്പിന്റെ മാക്സിമം കംപ്ലീറ്റ് പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഉണക്കാനിടുക. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ കഴുകിയെടുത്ത സാധനം നമുക്ക് മെഷീനിലോട്ട് ഇടാം. എങ്ങനെയാ വെച്ചാൽ ഡ്രയറിലോട്ടൊക്കെ ഡ്രയർ ഓപ്ഷൻ ഉണ്ടല്ലോ, സ്പിൻ ചെയ്യാനും ഡ്രയർ ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതിനകത്തോട്ട് മാത്രം ഇട്ടിട്ട് നമുക്കിത് ഉണക്കിയെടുക്കാം. കാരണം മഴക്കാലമൊക്കെ ആകുമ്പോൾ ഉണങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തേച്ചാൽ മതി. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് മെഷീൻ വാഷ് ചെയ്തേ പറ്റുമോ, അത് ഒരു സമയവും ഇല്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഷീൻ വാഷ് ചെയ്തെങ്കിൽ തന്നെ ബേബി ഡിറ്റർജൻറ്റ് ഉപയോഗിക്കാം. ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചിട്ട് കുറച്ചധികം സമയം നിങ്ങൾ അതിന് വേണ്ടി കഴുകാൻ വേണ്ടി, അതായത് 1 മണിക്കൂറിൻ്റെ അല്ലെങ്കിൽ ക്വിക്ക് വാഷൊക്കെ മതി. ക്വിക്ക് വാഷൊക്കെ മതിയാകും. കാരണം ഞാൻ അത്ര ഉറപ്പ് ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ കുഞ്ഞുങ്ങളുടെ കറകളും ഡ്രസ്സിന്റെ അഴുക്കുകളും ഫുഡിന്റെ ഐറ്റംസ് ഒക്കെയാണ്, നമുക്ക് ഒട്ടും ഉറപ്പ് പറയാനാവില്ല. ക്വിക്ക് വാഷ് ചെയ്താലും മതി. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനു വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം കുറച്ച് സമയത്ത് അതേ സമയം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഒരു ദിവസം ഡ്രസ്സ് എല്ലാം കൂടെ നമ്മളിങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നമ്മൾ കുളിക്കുന്നതിന് കുറച്ച് മുമ്പ്, ഞാൻ നോർമലി അങ്ങനെ ചെയ്തുകൊണ്ട് കുളിക്കുന്നതിന് മുമ്പ് ബക്കറ്റിൽ എല്ലാം കൂടെ എടുത്ത് കഴുകി അവിടെ അവസാനം ഞാൻ സ്റ്റാൻഡിൽ കൊണ്ട് ഉണക്കാനിടും. അങ്ങനെയായിരുന്നു എനിക്ക്. അല്ലാണ്ട് എനിക്ക് അതിനോട് എക്സ്ട്രാ സമയമൊന്നും എനിക്ക് ഇവിടെ ഞങ്ങൾ ഒറ്റയ്ക്കായ സമയത്തൊന്നും എനിക്ക് വേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കുഞ്ഞുങ്ങൾ ഡ്രസ്സ് എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ബേബി ഡിറ്റർജൻറ്റ് മാക്സിമം ഒഴിവാക്കുക. ഇനി ബേബി ഡിറ്റർജൻറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നില്ലേ, ഒരു കുഴപ്പമില്ല കേട്ടോ. ബേബി സോപ്പില്ലേ, ബേബി സോപ്പ് വെച്ച് നിങ്ങൾ നന്നായി ഉരച്ച് കഴുകിയേച്ചാൽ മതി. പക്ഷെ നന്നായിട്ട് കഴുകണം. സോപ്പുമയം കംപ്ലീറ്റ് പോയി എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. പിന്നെ അടുത്ത എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് നിങ്ങൾക്ക് സൺലൈറ്റിൽ നിങ്ങൾക്ക് ഇപ്പം പുറത്തൊക്കെ താമസിക്കുന്നവരാണ്, വില്ലകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് കൊണ്ടുവച്ച് സ്റ്റാൻഡ് വെച്ച് ഉണക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലാറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബാൽക്കണി ഉണ്ടെങ്കിൽ ബാൽക്കണി വെച്ച് നിങ്ങൾക്ക് ഉണക്കാം. നാട്ടിലുള്ളവരാണെങ്കിൽ നമുക്ക് നേരെ മുറ്റമുണ്ട്, അഴയൊക്കെ കിട്ടി അതിനകത്തോണ്ട് വിരിച്ചാൽ മതി. അപ്പം ഏറ്റവും നല്ലത് സൺലൈറ്റ് കൊണ്ടിട്ട് കുഞ്ഞുങ്ങളുടെ തുണികൾ ഉണക്കുക എന്നുള്ളതാണ്. കാരണം വെച്ചാൽ അതിനകത്തുള്ള അണുക്കളും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൺലൈറ്റ് കൊണ്ടുവന്നാൽ അത് മാക്സിമം പൊയ്ക്കോളും. അപ്പം നിങ്ങൾ ആ ഒരു കാര്യം കൂടെ ശരിക്കും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിർവാഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സൺലൈറ്റ് കൊണ്ടിട്ട് കുഞ്ഞുങ്ങളുടെ തുണികൾ ഉണങ്ങാൻ വേണ്ടി അനുവദിക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം. ഡിറ്റർജൻസിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഡിസ്ക്രിപ്ഷൻ ബോക്സ് എവിടെയാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോന് താഴെ ഇങ്ങനെ ഒരു ആരോ കണ്ടിട്ടുണ്ട്, അതൊന്ന് പ്രസ് ചെയ്താൽ കാണാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്തുണ്ട് ലിങ്കുകളും കാര്യങ്ങളും. അപ്പം നിങ്ങൾ അതൊന്ന് നോക്കിയേച്ചാൽ മതി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.